റെക്കി ദീക്ഷ തന്ത്രദീക്ഷ തന്നെയാണ്. തന്ത്രദീക്ഷ 4 വിധം. റേക്കി ദീക്ഷ തന്ത്രദീക്ഷയാണ്. ശരിക്കും ഞാനതുകൊണ്ട് താന്ത്രിക് റെക്കി എന്നാ പറയാറ്. റേക്കി തന്നെയാണ് അപ്പൊ തന്ത്രത്തിനും അതെ അതെ അതെ, തന്ത്രം തന്നെയാണ് റെക്കി. തന്ത്രശാസ്ത്രം എന്നുള്ളൊരു വിഷയത്തിലേക്ക് അത്ര ഡീപ്പായിട്ട് ആരും പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ മാഷ് അങ്ങനെ പോയിട്ടുള്ള ആളാണ്. കുറെ ദീക്ഷ ഉണ്ട്. ഇപ്പം ശ്രീയമിന്റെ ദീക്ഷ വാങ്ങിച്ചിട്ടുണ്ട്, ഓഷോ, അങ്ങനെ ഒരുപാട് പേരെ ഇന്ന് പല തരത്തിലുള്ള. ഓഷോയുടെ സന്യാസ ദീക്ഷ 2004 ഓഷോയുടെ മെഡിറ്റേഷൻസ് എല്ലാം പഠിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ക്രിയായോഗ ദീക്ഷ എനിക്ക് ലാഹിരി മഹാശയന്റെ പ്രപൗത്രൻ ശിബേന്ദു ലാഹിരിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ പ്രപഞ്ച പ്രാണനും നമ്മുടെ പ്രാണനും ഒന്ന് തന്നെയാണ്. യഥാ ബ്രഹ്മാണ്ഡേ തഥാ പിണ്ടാണ്ഡേ എന്ന് പറയും. എന്താണോ പ്രപഞ്ചം, സൂര്യൻ സെന്ററിൽ നിന്നുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളെല്ലാം അതിനെ ചുറ്റുന്നു ഇല്ലേ, സൗരയുധം. ഏറ്റവും സൂക്ഷ്മകണം ഇവിടുത്തെ എന്താ, ആറ്റം അല്ലേ. ആറ്റം നോക്കുക, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റിനും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ വിരലുകളുടെ അറ്റം നോക്ക്, അതും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അല്ലേ, ഒരു ചുറ്റുണ്ട്. നമ്മൾ തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ നമ്മൾക്കറിയാം. അതല്ല അണ്ഡം എന്ന് പറയാൻ കാരണം അതിന് മുട്ട, എല്ലാത്തിൻ്റെ മുട്ടയും മനുഷ്യരുടെ അണ്ഡവും കുറച്ച് കഴിയുമ്പോൾ ഇത് നാശമായി പോകും. അത്രയ്ക്ക് നിസ്സാരമായിട്ടാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ എനർജി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ അത് ഈശ്വരനാണെങ്കിൽ ഇതും ഈശ്വരൻ തന്നെയല്ലേ. ആ ഒരു പ്രപഞ്ചശക്തി നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മളാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വെറും ശരീരം മാത്രം. ഇന്ന് അബാക് മീഡിയോടൊപ്പം പുതിയൊരു അതിഥിയാണുള്ളത്, ഡോക്ടർ അമ്മിണി എസ് ഗുരുവായൂർ. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടൊരു ഗസ്റ്റാണ്. കാരണം ആരോഗ്യ മേഖലയിലെ ഗവൺമെൻറ് ഡോക്ടറായിരുന്നൊരു ഡോക്ടർ, പിന്നീട് ഒരു റേക്കി മാസ്റ്റർ അല്ലെങ്കിൽ ക്രിയായോഗിയായി മാറുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം എങ്ങനെയായിരുന്നു ഇതിലേക്ക് കടന്നത്? എനിക്ക് തോന്നുന്നു 10-23 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് റേക്കിയുമായി ബന്ധപ്പെട്ട്. എങ്ങനെയായിരുന്നു ഇതിലേക്ക് കടന്നു വന്നത്? എനിക്കൊരു ഹൈസ്കൂൾ കാലം മുതൽ ആണ് എൻ്റെ ഓർമ്മ. എനിക്ക് സ്പിരിച്വാലിറ്റിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലേ, ശ്രീ ബുദ്ധൻ ചെറുപ്പമായിരുന്നപ്പോൾ മരണത്തെക്കുറിച്ചും, അത് മനുഷ്യൻ്റെ എല്ലാവരുടെയും ചിന്തകൾ തന്നെയാണ്. എന്താണ് മരണം, എന്താണ് ജീവൻ, എന്താണ് ദൈവം, ആത്മാവ്, ഇതിനെക്കുറിച്ചൊക്കെ ആ സമയത്ത് തന്നെ ഇങ്ങനെ ചിന്തകൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഞാൻ ധാരാളം വായിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ വേൾഡ് ക്ലാസിക്കുകൾ വരെ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തൊക്കെ അറിയണം, പക്ഷെ അത് എവിടെ നിന്നും കിട്ടണില്ല. അങ്ങനെ വന്ന് ഞാൻ BSc സുവോളജി ആയിരുന്നു. എത്ര സയൻസ് പഠിച്ചാലും എനിക്ക് അറിയാനുള്ളത് എന്തോ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നും. അങ്ങനെ എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ആയുർവേദം പഠിക്കുന്നത്. എൻട്രൻസ് എഴുതുമ്പോൾ ആയുർവേദം പഠിച്ചാൽ മതിയെന്ന് എൻ്റെ അമ്മയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഞാൻ അമ്മയെ എന്നും ഞാൻ സ്മരിക്കും ഒരു നന്ദിയോടുകൂടി. കാരണം ആയുർവേദത്തിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ സ്പിരിച്വാലിറ്റിയുടെ ഈ ഒരു ആത്മീയ തലത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത്, ഇതെല്ലാം പഠിക്കാൻ സാധിച്ചത്. കാരണം ആയുർവേദം പഠിക്കണമെങ്കിൽ നമുക്ക് ദർശനങ്ങൾ ആദ്യം തന്നെ പഠിക്കണം. സാഖ്യദർശനം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, യോഗദർശനം. ഇത് കഴിഞ്ഞിട്ട് മാത്രമേ ആയുർവേദം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആയുർവേദം നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഫിലോസഫി എല്ലാം പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഈ ഷഡ്ചക്രങ്ങളെക്കുറിച്ചും, ഈ ഷഡ്ചക്രങ്ങളിൽ ഉപാസിച്ചാൽ ഈശ്വരനോളം എത്താൻ സാധിക്കും ഓരോ മനുഷ്യനും എന്നും, അവനവനിൽ തന്നെ ഈശ്വരനുണ്ട് എന്നും ഒക്കെ ഇങ്ങനെ വായിക്കാൻ സാധിച്ചു. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളതൊന്നും പഠിക്കുന്നില്ല. പിന്നെ നമ്മുടെ സബ്ജക്റ്റാണ് യോഗ. പക്ഷെ അത് ആസനങ്ങളെല്ലാം പഠിക്കും, ചെറിയ പ്രാണായാമം, മെഡിറ്റേഷനൊക്കെ ലഘുവായിട്ടുള്ളത് മാത്രം പഠിക്കും. അതും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോണില്ല. നമ്മളൊരു ആസനങ്ങൾ, അങ്ങനെ വ്യായാമം അങ്ങനെ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോഴും അവിടുന്ന് ഒന്നും കിട്ടുന്നില്ല. ഇതിങ്ങനെ മനസ്സിൽ കിടന്നു. അങ്ങനെയാണ് ഞാൻ ജോലി കിട്ടി. 2000 കണ്ണൂരാണ് ഞാൻ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞാൻ അറിയുന്നു പയ്യന്നൂർ റെക്കി കേന്ദ്ര എന്ന് കണ്ടു എന്ന് എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ദിവസം ക്ലാസ് ഉണ്ട് അവിടെ, ആ ആഴ്ച. അങ്ങനെ അവർ പോയിട്ട് എന്നോട്, ഞാനിപ്പോൾ കുത്തുപറമ്പ, വിളിച്ച് പറയുന്നു അടുത്ത ക്ലാസ് മുതൽ ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ശരിക്കും ആ റെക്കി കേന്ദ്ര എന്നൊരു ബോർഡാണ് അത് ഞാൻ അറിയാൻ കാരണം. ഇത് പിന്നെ എൻ്റെ ഭാവിയിൽ ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ജനങ്ങളെ അറിയിക്കാൻ ഞാൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആളുകൾ അറിയണമല്ലോ എവിടെ ഉണ്ട് എന്ന്. അതെൻ്റെ അനുഭവമാണത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗുരു
ശരിക്കും എല്ലാ ഗുരു ലക്ഷണങ്ങളും അടങ്ങിയ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അഗാധ ജ്ഞാനം ഉള്ളയാളാണ് അദ്ദേഹം. റിക്കി മാസ്റ്റർ കൂടാതെ ഓഷോയുടെ മെഡിറ്റേഷൻസ് കൂടെ പഠിപ്പിക്കുന്നയാളാണ്. അപ്പം ഓഷോയുടെ മെഡിറ്റേഷൻസ് എല്ലാം അങ്ങനെ കുറേ നാളുകൾ ചെയ്ത് അതിൽ ഡൈനമിക്, കുണ്ടലിനി, ബേളിംഗ് മെഡിറ്റേഷൻ, നടരാജ് മെഡിറ്റേഷൻ, ചക്ര സൗണ്ട്, അങ്ങനെ കുറേ മെഡിറ്റേഷൻസ് ഓഷോക്കുണ്ട്. അതെല്ലാം പഠിച്ച് നമ്മൾ അത്രയും പ്യൂരിഫൈ ചെയ്ത് അത്രയും പവർഫുള്ളാക്കി കഴിഞ്ഞിട്ടാണ് റെക്കി ദീക്ഷ തരുന്നത്. റെക്കി ദീക്ഷ തന്ത്രദീക്ഷ തന്നെയാണ്. തന്ത്രദീക്ഷ 4 വിധം. റെക്കി ദീക്ഷ തന്ത്രദീക്ഷയാണ്. ശരിക്കും ഞാനതുകൊണ്ട് താന്ത്രിക് റെക്കി എന്നാ പറയാറ്. കാരണം റേ എന്നുള്ള വാക്കിന്റെ അർത്ഥം അല്ല, ഈ താന്ത്രികം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു തനത് ശൈലിയാണ്. മറ്റേത് ജാപ്പനീസ്, ചൈനീസ് ആ രീതിയിൽ വന്ന ഇതെങ്ങനെയാണ് മിക്സ് ആകുന്നത്? അതായത് ബുദ്ധമതത്തോടു കൂടി, ബുദ്ധന്റെ മതം മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പ്രചരിച്ചതോടുകൂടി ബുദ്ധമത തന്ത്രങ്ങളുണ്ട്. മഹാവൈരോചനം തിബറ്റിലുണ്ട്, ലോട്ടസ് സൂത്ര, മഹായാനതന്ത്രം, വൈരോചനതന്ത്രം, ഇങ്ങനെ കുറേ തന്ത്രങ്ങൾ ബുദ്ധമതത്തിൻ്റെതുണ്ട്. ബുദ്ധമതം എന്ന് പറഞ്ഞാലും അത് ഭാരതീയം തന്നെയാണ്. അപ്പോൾ ഭാരതീയ തന്ത്രശാസ്ത്രം തന്നെയാണ്, ബേസ് ഇത് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും രണ്ടായി കാണേണ്ട ആവശ്യം ഇല്ല. ശരിക്കും ഇതിൽ ദീക്ഷയിലൂടെയാണ് നമ്മുടെ പ്രാണനെയും പ്രപഞ്ച പ്രാണനെയും തമ്മിൽ സംയോജിപ്പിക്കുന്നത്. അത് ക്രിയാവതി, കലാവതി, വർണ്ണമയി, വേദമയി, ഇങ്ങനെ 4 തരം ദീക്ഷയുണ്ട്. ഇതാണിപ്പോൾ ഉപനയനത്തിലും ഒരു പൂജാരി ആവാനും അങ്ങനെ തന്ത്രി ആവാൻ വരെയുള്ള എല്ലാത്തരം ദീക്ഷയും ഈ തന്ത്രദീക്ഷ തന്നെയാണ്. റേക്കി തന്നെയാണ് അപ്പോൾ തന്ത്രത്തിനും ഉപയോഗിക്കുന്നത്. അതെ, തന്ത്രം തന്നെയാണ് റേക്കി. ഒരുപാട് പേരെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് അതെന്താണെന്ന് വെച്ചാൽ തന്ത്രദീക്ഷ ഇപ്പോൾ മിഖാവുസുയി ആണല്ലോ റെക്കിയുടെ മാസ്റ്റർ. അപ്പോൾ ആ മിഖാവുസുയുടെ ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് മാത്രമാണ് മിക്കവരും പഠിപ്പിക്കണേ. പിന്നെ അവർ ഈ ഒരു തന്ത്രശാസ്ത്രം എന്നുള്ളൊരു വിഷയത്തിലേക്ക് അത്ര ഡീപ്പായിട്ട് ആരും പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ മാഷ് അങ്ങനെ പോയിട്ടുള്ള ആളാണ്, തന്ത്രമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ എനിക്കതിൽ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ഒരു ഗവേഷണം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് പഠിച്ചു. ഇപ്പോൾ കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ താന്ത്രികർ ഉപയോഗിക്കുന്ന ബുക്ക അതുവരെ എനിക്ക് ലഭിച്ചു. ഇപ്പോൾ ഒരു മഹാ അത്ഭുതം എന്ന് പറയാൻ, ഞാൻ റെക്കി ദീക്ഷ ആദ്യമായിട്ട് കൊടുക്കുന്നത് 2006-ലാണ്. 2002 ഫസ്റ്റും സെക്കൻഡും ഡിഗ്രി എടുക്കുന്നു, തേർഡ് ഡിഗ്രി 2003 എടുക്കുന്നു, പിന്നെ 2006 ഗ്രാൻഡ് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ദീക്ഷ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഒരു 12 പേരോളം ഉണ്ട്. അത് പല രാജ്യങ്ങളിൽ വിദേശത്തു നിന്നുണ്ട്, ട്രിവാൻഡ്രം, കണ്ണൂർ എന്നൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു തന്ത്ര സാധകനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടുത്തെ തന്ത്ര സാധകർ എന്താണ് അവരുടെ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച്, തന്ത്രയെക്കുറിച്ച്. ഞാൻ കുറേ ബുക്കുകൾ വായിച്ച് പഠിച്ചു, അത്രയും ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിലും ഒരു തന്ത്ര സാധകനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മുന്നിൽ അങ്ങനെ ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പരിചയപ്പെടുകയാണ്. ഞാൻ വിനോദ്, ഞാൻ തന്ത്രസാധകൻ, ചുവർ ചിത്രകാരൻ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചുവർ ചിത്രമൊക്കെ എഴുതിയ അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരാൾ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ശരി വരൂ, വീട്ടിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അവരുടെ അച്ഛൻ്റെ മുതൽ. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു. എനിക്ക് ദി ചക്രാസ് എന്ന് പറയുന്നൊരു വിദേശി എഴുതിയ ബുക്കാണ്, അത് കിട്ടുന്ന അവിടെ നിന്നാണ്. അതുപോലെ ഒരുപാട് കുഴിക്കാട്ട് വെച്ചൊക്കെ എനിക്ക് അവിടെ നിന്നാണ് കിട്ടണേ. അതുപോലെ തന്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അവിടെ നിന്നും എനിക്ക് കുറേ കിട്ടി. പിന്നെ അദ്ദേഹം എൻ്റെ ഒരു ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ദീക്ഷ കൊടുക്കുന്ന ദിവസം വിളക്ക് തെളിയിച്ചതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോഴില്ല, ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം സമാധിയായി എന്ന് വേണമെങ്കിൽ പറയാം. സ്വയം വരിച്ചത് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇതുവരെ എൻ്റെ സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഓഷോയുടെ മെഡിറ്റേഷൻസൊക്കെ പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ മറ്റ് കുറേ ദീക്ഷകൾ വേറെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ ദീക്ഷ ഉണ്ട്. ഇപ്പം ശ്രീയമിൻ്റെ ദീക്ഷ വാങ്ങിച്ചിട്ടുണ്ട്, ഓഷോ, അങ്ങനെ ഒരുപാട് പേരെ ഇന്ന് പല തരത്തിലുള്ള. ഓഷോയുടെ സന്യാസ ദീക്ഷ 2004 ഓഷോയുടെ മെഡിറ്റേഷൻസ് എല്ലാം പഠിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അത് ഞാൻ മെഡിറ്റേഷൻ ക്യാമ്പായിട്ട് വെക്കാറുണ്ട്, ഫുൾ ഡേ വെക്കാറുണ്ട്. പിന്നെ ക്രിയായോഗ ദീക്ഷ എനിക്ക് ലാഹിരി മഹാശയൻ്റെ പ്രപൗത്രൻ ശിബേന്ദു ലാഹിരിയിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഋഷികേശിൽ ഞാൻ പോയിരുന്നു.
പിന്നെ എനിക്ക് 2-3 വേറെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഹിമാലയത്തിലും തിബറ്റിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ചില ഗുരുക്കന്മാർ. പക്ഷേ ദീക്ഷകളെല്ലാം കിട്ടുന്നത് അങ്ങോട്ട് അന്വേഷിച്ച് ചെന്നിട്ടല്ല, ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് പറയുക, ഡോക്ടറെ ഇങ്ങനെ ഒരു ദീക്ഷ ഇവിടെ ഉണ്ട്, വേണമെന്ന് ചോദിക്കും. ഞാൻ പറയും വേണം. അപ്പം അങ്ങനെ അത് ശരിക്കും യൂണിവേഴ്സിൻ്റെ ഒരു കോളാണത്. ആരാ വിളിച്ചെന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല. ശരിക്കും നമ്മൾ അതിലേക്ക് എന്താണോ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തും. ഇപ്പോൾ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടില്ലേ, എന്ത് തീവ്രമായി ആഗ്രഹിക്കുന്നു നമ്മൾക്കത് തരാൻ യൂണിവേഴ്സ് മുഴുവനും സന്നദ്ധരായി നിൽക്കും. അത് ഇന്നുവരെ അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ എന്താഗ്രഹിച്ചാലും, ഈ എബാക് മീഡിയ പോലും ഞാൻ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അങ്ങനെയാണ് കണക്ഷൻ വന്നതെന്ന് തോന്നുന്നു. കാരണം സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊരു അടുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു വേവ് ലെങ്ത് അങ്ങനെ ഒരു സമാനമായിട്ട് വന്നതുകൊണ്ടാവാം നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, നമ്മൾ പുതിയൊരു ഗസ്റ്റുകളെ തിരയുമ്പോൾ അത്രത്തോളം അറിവുള്ള മനുഷ്യരെ കൂടുതൽ ആളുകൾ കേട്ടിരിക്കാൻ തയ്യാറാവും. അപ്പോൾ എനിക്കൊന്ന് മാമിനെ സംബന്ധിച്ച് 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. റേക്കിയിലാണെങ്കിലും ഇപ്പോൾ ക്രിയായോഗയിലാണെങ്കിലും അത്രയും അറിവുള്ളൊരു ആളെ, ഒരു ഗസ്റ്റിനെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതിൽ വെച്ച് എനിക്കൊന്ന് റേക്കിയിൽ അത്രത്തോളം ആഴത്തിൽ പരിചയവും അത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ഒരാളാണ് മാഡം. അപ്പോൾ ഈ റേക്കിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് റേക്കി ഒരാളിൽ പ്രവർത്തിക്കുന്നത്? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റേക്കി ഒരാളിൽ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ദീക്ഷയിലൂടെ മാത്രമേ നമുക്കിത് സാധ്യമാവുള്ളൂ. ഇത് പ്രാണശക്തി, ഇപ്പോൾ പ്രപഞ്ചപ്രാണനും നമ്മുടെ പ്രാണനും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ യഥാ ബ്രഹ്മാണ്ഡേ തഥാ പിണ്ടാണ്ഡി എന്ന് പറയും. എന്താണോ പ്രപഞ്ചം അത് തന്നെയാണ് നമ്മളും. മാക്രോ ആൻഡ് മൈക്രോ സെയിം ആണ്. ഇപ്പോൾ പ്രപഞ്ചം, ഒരു ഉദാഹരണം പറയാം, സൂര്യൻ സെൻറ്ററിൽ നിന്നുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളെല്ലാം അതിനെ ചുറ്റുന്നു ഇല്ലേ, സൗരയുധം ചുറ്റുകയാണ്, എല്ലാം കറങ്ങിക്കൊണ്ടേയിരിക്കുക. ഇത് ഏറ്റവും സൂക്ഷ്മകണം ഇവിടുത്തെ എന്താ, ആറ്റം അല്ലേ. ആറ്റം നോക്കുക, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും, ചുറ്റിനും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടേയിരിക്കുക. സെയിം ആണ്. ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിരലുകളുടെ അറ്റം നോക്ക്, അതും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അല്ലേ, ഒരു ചുറ്റുണ്ട്. നമ്മൾ തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ നമ്മൾക്കറിയാം. അപ്പം എന്ത് നോക്കിയാലും ഈ ഒരു ഷേപ്പിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ഓവം ഓവൽ ഷേപ്പ് അല്ലേ നമ്മുടെ അണ്ഡം, അതല്ല അണ്ഡം എന്ന് പറയാൻ കാരണം അതിന് മുട്ട, എല്ലാത്തിൻ്റെ മുട്ടയും മനുഷ്യരുടെ അണ്ഡവും ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രപഞ്ചം തന്നെയാണ്, അതിൻ്റെ സൂക്ഷ്മരൂപം തന്നെയാണ് എല്ലാം. അത് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള, അചേതനവും സചേതനവുമായിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ DNA, ജീൻ ഒക്കെയാണ് നമ്മളുടെ പൂർവികരുടെ സ്വഭാവ സവിശേഷതകളെല്ലാം നമ്മൾക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ ഒരു ശാസ്ത്രങ്ങൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കഴിവുകളും നമ്മുടെ ഉള്ളിലുണ്ട്. അത് അതിൻ്റെ സ്ഥൂല രൂപം, ഇത് സൂക്ഷ്മരൂപം, അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ രൂപം, പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ രൂപമാണ് നമ്മൾ. അപ്പോൾ സാധാരണ മനുഷ്യർ വിചാരിക്കും വെറുതെ ഒരു മാംസപിണ്ഡം, അതിനകത്ത് ബ്രെയിൻ ഉണ്ട്, ലിവർ ഉണ്ട്, ലങ്സ് ഉണ്ട്, ഇങ്ങനെ അവയവങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ ഇങ്ങനെ എനർജി പാസ് ചെയ്യുന്ന, ഓക്സിജൻ അങ്ങ് കടന്നു ചെല്ലുമ്പോൾ ഇതിങ്ങനെ ജീവിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇത് നാശമായി പോകും. അത്രയ്ക്ക് നിസ്സാരമായിട്ടാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായിട്ടുള്ള, അരൂപിയായിട്ടുള്ള, സൂക്ഷ്മമായ, ഏകമായ, സർവ്വവ്യാപിയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തി തന്നെ. ശക്തി എനർജിയാണത് ശരിക്കും. ആ എനർജി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ അത് ഈശ്വരനാണെങ്കിൽ ഇതും ഈശ്വരൻ തന്നെയല്ലേ. ആ ഒരു പ്രപഞ്ചശക്തി നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മളാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വെറും ശരീരം മാത്രം. ഇപ്പോൾ നമ്മുടെ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുമ്പോൾ പൊക്കിൾ കൊടി വഴി അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡിനുള്ളിൽ നമ്മൾ കിടക്കുന്നു. പൊക്കിൾ കൊടി വഴി നമുക്കെല്ലാം അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. ശ്വാസവും ആഹാരവും എല്ലാം അങ്ങനെ കിട്ടുകയാണ്. നമ്മളൊന്നും നേരിട്ട് ചെയ്യണില്ലല്ലോ. അങ്ങനെ ഒരു ഏകകോശ ജീവിയായിരുന്ന നമ്മൾ വളർന്ന് ഒരു പൂർണ്ണനായ ഒരു മനുഷ്യൻ്റെ രൂപം എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ, അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ശ്വാസത്തോടു കൂടി പ്രപഞ്ചവുമായിട്ട് ബന്ധിക്കുക. അപ്പോൾ അമ്മയുടെ കോഡ് കട്ട് ചെയ്തു, ആ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ എങ്ങനെയാണോ കിടന്നത് അതേപോലെ ശ്വാസമാകുന്ന പൊക്കിൾ കൊടി വഴി ഈ പ്രപഞ്ചത്തോട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ കോമ സ്റ്റേജിലാണ് എങ്കിൽ പോലും നമ്മൾ അനക്കമില്ലാതെ
അല്ലേ? കോമ സ്റ്റേജ് അറിയാലോ. അങ്ങനെ കിടക്കുമ്പോൾ പോലും ഈ ശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവനുള്ളതായിട്ട് കാണുന്നത്.